ലീനിയർ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഹൂക്സ് ലോ. എന്താണ് ഒരു ലീനിയർ ഇലാസ്റ്റിക് ബോഡി? ലീനിയർ ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോഡി ഹാവിങ് എ സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്കൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ലോഡും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലൊരു ലീനിയർ വേരിയേഷൻ, സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ ആണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? ലീനിയർ ഇലാസ്റ്റിക് ബോഡി എന്ന് പറയും. ഇപ്പം ഹൂക്സ് ലോ റിലേറ്റ് ചെയ്യുന്നത് എന്താണ്? സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ളൊരു റിലേഷനാണ്, ഒരു ലീനിയർ റിലേഷനാണ് കൊടുക്കുക, സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇനി ജനറലൈസ്ഡ് ഹൂക്സ് ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു ഓൾറെഡി, വിത്ത് കോഎഫിഷ്യൻസ് A11, A12, A13, A14 എക്സെട്ര. ഒരു വലിയ സെറ്റ് ഓഫ് റിലേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലോങ് എനി ഡയറക്ഷൻ, കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് എനി ഡയറക്ഷൻ. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിന് പർട്ടിക്കുലർ ഡയറക്ഷൻ ഒന്നും പറയുന്നുണ്ടായില്ല. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോഡ്, ഓരോ പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും അത് ആക്ട് ചെയ്യുക. അപ്പോൾ ആ ഡയറക്ഷൻ ഓഫ് ലോഡ്, ഇപ്പോൾ ലോഡിൻ്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇതേപോലൊരു ബോഡി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അതിനകത്ത് ഒരു പോയിൻറ്റ് 1, ഫസ്റ്റ് നമ്മൾ പോയിൻറ്റ് 1 ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അവിടെ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. ഇതുപോലെ ഇങ്ങനൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഫോഴ്സ് P1. ഇങ്ങനെ P1 ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡീഫോർമേഷൻ ഉണ്ടാവുന്നു, ഡെൽറ്റ 1 അങ്ങനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നു. എന്ന് വെച്ചാൽ എന്തായിരിക്കും ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് P1. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ 1 വിൽ ബി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ദ ഫോഴ്സ് P1 അല്ലേ? ഇനി ഈ കോൺസ്റ്റൻറ്റ് A11, കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ്, ഷേപ്പ് ആൻഡ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, അതിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിൻറ്റ് 1 ഡ്യൂ ടു ദ ലോഡ് P1. ഇപ്പോൾ P1 എന്ന് പറഞ്ഞ ലോഡ് 1ൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് അതാണ് A11. ഇനി ഇനി നമ്മൾ കരുതാണ് ഇപ്പോൾ ഒരു പോയിൻറ്റ് 2 ഉണ്ട്, നമ്മളതിനകത്ത് ഫിഗറിൽ തന്നെ പോയിൻറ്റ് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് P1 എന്ന് പറഞ്ഞൊരു ഒറ്റ ഫോഴ്സേ ഉണ്ടായുള്ളൂ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് ഒരു ഫോഴ്സും കൂടെ P2 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് 2ലും ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 എന്ന് പറഞ്ഞ പോയിൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 2 എഫക്റ്റ് ഉണ്ട്, അതായത് 2 ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് P1 കാരണം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു A11 ഇൻറ്റു P1 അല്ലേ? അങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് P1 കാരണം ഉണ്ടാകുന്നുണ്ട്. ഇനി അതേപോലെ P2 എന്ന് പറഞ്ഞ ഫോഴ്സ് 2ൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് 1ൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഇതേപോലെ തന്നെ എന്തായിരിക്കും? വിച്ച് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് P2. അതായത് P2 കൂടുന്നതിനനുസരിച്ച് 1ലുള്ള ഡീഫോർമേഷൻ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് P2 വിൽ ബി പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 ഡ്യൂ ടു ദ ഫോഴ്സ് P2 അറ്റ് 2 വിൽ ബി പ്രൊപ്പോർഷണൽ ടു P2. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ദാറ്റ് ഫോഴ്സ് P2. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിൻറ്റ് 1ലെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ 1 വിൽ ബി ഈക്വൽ ടു A11 ഇൻറ്റു P1 പ്ലസ് A12 ഇൻറ്റു P2. ഇനി ഓരോന്നും പറയാം.
ഇനി A11 ഇൻറ്റു P1. A11 ഇൻറ്റു P1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പോയിൻറ്റ് 1 ഡ്യൂ ടു P1. ഇനി അടുത്തെന്താണ്? A12 ഇൻറ്റു P2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എന്താണ്? പോയിൻറ്റ് 1 ഡ്യൂ ടു P2. അപ്പോൾ ഈ രണ്ടും എന്താണ്? 1ൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫസ്റ്റ് കാണുന്നത് എന്താണ്? P1 കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി P2 കാരണം 1ലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് A12 ഇൻറ്റു P2. അതുകൊണ്ട് ഈ ഓരോ കോഎഫിഷ്യൻറ്റിൻ്റെയും പറയുന്ന പേര്, A12നെ നമ്മൾ പറയുന്നത് എന്താണ്? A12 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 ഡ്യൂ ടു ലോഡ് ആക്ടിങ് അറ്റ് പോയിൻറ്റ് 1. ഇനി A12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് ഓഫ് എന്താണ്? ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 2. അപ്പോൾ ഇതിനെയാണ് നമ്മൾ Δ1 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സിമിലർലി Δ2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Δ2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞ പോയിന്റ്. ഇപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സാണുള്ളത്, P1 ഉണ്ട്, P2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും 1ലുള്ള എഫക്റ്റാണ് ഈ കാണിച്ചത്, അല്ലെങ്കിൽ 1ലുള്ള ഡിഫ്ലക്ഷനാണ് Δ1 കണ്ടുപിടിച്ചത്. അതേപോലെ നമ്മളിനിയും സപ്പോസ് Δ2 വേണമെങ്കിൽ Δ2 വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 1 കാരണം 2ലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A21 ഇൻറ്റു P1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് ഓഫ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 1. A21 ഇൻറ്റു P1 പ്ലസ് ഇനി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ലോഡ് P2 അറ്റ് 2. അതാണ് A22 ഇൻറ്റു P2. ഓക്കെ. ഇനി ഇപ്പോൾ സപ്പോസ് ഇതുപോലെ ഒരു ബോഡിയിൽ 3 പോയിൻ്റ് ഉണ്ട്, ഇതുപോലെ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ റിലേഷൻസ് വരിക? ഇപ്പോൾ Δ1 വിൽ ബി ഈക്വൽ ടു Δ1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 ഫോഴ്സ് P1, P2, P3 മൂന്നെണ്ണം കാരണം 1ലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? A11 ഇൻറ്റു P1 പ്ലസ് A12 ഇൻറ്റു P2 പ്ലസ് A13 ഇൻറ്റു P3. ഇങ്ങനെയായിരിക്കും വരിക. അതേപോലെ Δ2 വരുമ്പോൾ എന്തായിരിക്കും വരിക? A21 ഇൻറ്റു P1 പ്ലസ് A22 ഇൻറ്റു P2 പ്ലസ് A23 ഇൻറ്റു P3. സിമിലർലി Δ3 വിൽ ബി ഈക്വൽ ടു A31 ഇൻറ്റു P1 പ്ലസ് A32 ഇൻറ്റു P2 പ്ലസ് A33 ഇൻറ്റു P3. ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇനിയിപ്പോൾ ഇതിനകത്ത് ഓരോന്നും പറയുകയാണെങ്കിൽ ഈ A11, A12, A13 എന്നൊക്കെ പറഞ്ഞ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് ആണ്. നമ്മൾ പറഞ്ഞു എന്താണ്? A11 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 1. ഇനി A12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 2. ഇനി A13 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 3. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസിനെല്ലാം കൂടെ നമുക്ക് വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ പറയാം. എന്താണ്? Δi ഈക്വൽ ടു സിഗ്മ j ഈക്വൽ ടു 1 to n Aij into Pj, where Aij is the influence coefficient equal to influence coefficient which is equal to എന്താണ്? partial displacement at I along the direction of Pi due to unit load acting at the point J.
ഈ രീതിയിൽ നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും.